നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഈ വീഡിയോ ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്തത്. നിങ്ങൾ മദ്യപിക്കുന്ന ആളാണോ എങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്കറിയില്ല കൂട്ടുകാരെ, ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിലോട്ട് ഇറങ്ങിച്ചെന്ന് മാത്രമേ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതായത് കൂട്ടരെ, ഈ സൂര്യൻ ഉദിക്കും മുമ്പ് മദ്യപിക്കുന്ന ആൾക്കാരുണ്ടെന്ന്, അവർക്ക് വിറയലെന്ന്. ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ഞാൻ അന്നേ ആലോചിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ ഒരു കവി പാടിയിട്ടുണ്ട്, പകലരുത്, പലതരുത്, പലരോടരുത്, പലപ്പോഴരുത്. ഭയങ്കര അർത്ഥമുള്ള വാക്കുകളാണ്. പകലൊരിക്കലും മദ്യപിക്കരുത്, പലരോട് അടിക്കരുത്, പലത് അരുത്, പല ബ്രാൻഡും അടിക്കല്, പലപ്പോഴരുത്, എപ്പോഴും അടിക്കരുത്. മദ്യം പ്രശ്നമാണ് കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് ഇറങ്ങി എന്നുവെച്ചാൽ, അപ്പോൾ എനിക്ക് എന്താണ് സംഭവം, നമ്മളെ മാനസിക സ്ഥിതി എന്തൊക്കെയാണ് അനുഭവം പറഞ്ഞത് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ കൂട്ടുകാരെ, വെളുപ്പിന് 5 മണിക്കൊക്കെ അടിക്കുന്ന ആൾക്കാരുണ്ടെന്നേ, കൈ വിറയില്ലെന്ന്. അനുഭവസ്ഥനാണ്. ഇപ്പം എൻ്റെ അല്ല, പലരെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അനുഭവമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. മദ്യപാനം നഷ്ടമോ നേട്ടമോ? ഞാൻ മദ്യപിച്ചൊന്നാൽ, ഞാനോ നിങ്ങളോ പല ആൾക്കാരെ മദ്യപിച്ച് നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണം, വീഡിയോ സ്കിപ്പ് ചെയ്ത്. മദ്യം സന്തോഷത്തിനായി മദ്യപിച്ചു, എൻ്റെ ജീവിതം ദുഃഖത്തിലാണ്ടു. മനസ്സിലായോ? ആനന്ദത്തിനായി എൻ്റെ ജീവിതം ദുരിതപൂർണമായി. മദ്യം ചെയ്യുന്ന വേലകളാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ കണ്ടുപോകുന്നത്. സുഹൃത്തുക്കളെ നേടാൻ അവർ എനിക്ക് ശത്രുക്കളായി. ഉറക്കം കിട്ടാനായി ഉറക്കം എന്നെ വിട്ടൊഴിഞ്ഞു. ശക്തി തേടി ഞാൻ കൂടുതൽ ദുർബലനായി. ഊർജ്ജസ്വലത്തേക്കായി അസ്വസ്ഥത എന്നെ തേടി വന്നു. ധൈര്യത്തിനായി ഞാൻ കൂടുതൽ ഭയചിത്തനായി. ആത്മവിശ്വാസത്തിനായി ഞാൻ കൂടുതൽ സംശയലായി മാറി. സുഖമായി സംസാരിക്കാൻ എൻ്റെ വാക്കുകൾക്ക് അർത്ഥം നിലച്ചു. സുഖത്തിനായി എന്നെ തേടി വന്നത് നരകയാതന. എല്ലാം മറക്കുവാനായി എൻ്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടി. സ്വാതന്ത്ര്യത്തിനായി മദ്യം എന്നെ അടിമയാക്കി. പ്രശ്നങ്ങൾ മറക്കാനായി പല മടങ്ങായി എന്നെ പ്രശ്നങ്ങൾ തേടി വന്നു. അതാണ് എൻ്റെ അവസ്ഥ. എവിടെയാണ് എനിക്ക് പിഴച്ചത്? അതാണ് നിങ്ങൾക്ക് പിഴച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പലരും ഈ ദുഃഖവും എന്ത് സന്തോഷവും വന്നാലും നമ്മൾ മദ്യപിക്കും. മാന്യമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരുമുണ്ട്. കൂട്ടുകാരെ, പകൽ ഒരിക്കലും മദ്യപിക്കരുത്. എന്താ വെച്ചാൽ എൻ്റെ അനുഭവമല്ല, നിങ്ങളുടെ അനുഭവമാണ് ഞാനിത് എഴുതി വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, മദ്യം വേണ്ടെന്നേ. മദ്യം നമ്മളെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ, വീട്ടിൽ, നാട്ടിൽ, കൂട്ടുകാരക്കടയിൽ, ജോലി സ്ഥലങ്ങളിൽ, ഒരുമാതിരി നികൃഷ്ട ജീവികളെ പോലെയാണ് നമ്മളെ കാണുന്നത് നിങ്ങളെ. അതുകൊണ്ട് അതൊന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ 50 അല്ല 100% പ്രശ്നങ്ങൾ അവിടെ നിന്ന് മാറും. അതായത് എൻ്റെ അനുഭവമാണ്, നിങ്ങളെ അനുഭവം എന്നിലൂടെ ഞാൻ പറയുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മദ്യം ശത്രു തന്നെയാണ്. നമ്മുടെ മെമ്മറി പവറെ നശിപ്പിക്കും, നമ്മളെ ഇല്ലാതാക്കും. അതാണ് ഈ ഒരു സംഭവം. ആദ്യമൊക്കെ നമുക്ക് എൻജോയ്മെൻറ്റിന് നമ്മൾ തുടങ്ങും. കുറേ സുഹൃത്തുക്കൾ വരും, അവരെ ലാസ്റ്റ് ശത്രുക്കളാവും. മനസ്സിലാവുന്നുണ്ടോ? ധൈര്യം ആദ്യം വരും, പിന്നെ നമുക്ക് ഭയങ്കര പേടിയാവും. നമ്മൾ ഓർമ്മകൾ മൊത്തം പോവും. നമ്മൾ ആരാണെന്ന് പോലും അറിയില്ല. പ്രശ്നങ്ങളുള്ളവർ മദ്യപിച്ച് കഴിഞ്ഞാൽ രാവിലെ നേരം വെളുത്തു ഇരുട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസവും നേരം വെളുക്കും. സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പകലരുത്, പലതരുത്, പലരോടരുത്, പലപ്പോഴരുത്. ഓക്കെ കൂട്ടരെ, അപ്പം എല്ലാവരും ഇത് മനസ്സിൽ വച്ചേക്കുക. നമ്മൾ മാക്സിമം നല്ല ആൾക്കാരായി. ഈ ലോകത്ത് മനുഷ്യനായിട്ട് ഒരു ജന്മേ ഉള്ളൂ. മദ്യമില്ലാത്ത ലോകം ഇവിടെ വരണം, എങ്കിൽ മാത്രമേ നമ്മളെ ഓരോരോ പ്രശ്നങ്ങൾ മാറത്തുള്ളൂ. ഭയങ്കര നമ്മൾ മെൻ്റൽ സ്ട്രെയിനാണ്. നമുക്ക് ഫേസ് ചെയ്യാൻ പേടിയായിരിക്കും. ആൾക്കാരെന്ത് വിചാരിക്കും? അത് അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ എന്നിലൂടെ ഞാൻ പഠിച്ചു. അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യുന്നത് കൂട്ടുകാരെ.
ഓക്കെ കൂട്ടുകാരെ, അത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, യൂട്യൂബിൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് പോവുക, ഫേസ്ബുക്കിലാണെങ്കിൽ. ഓക്കെ, താങ്ക് യു.